അനന്ത ലിവിങ്ങിലെ സഹോദരീ സഹോദരന്മാരുടെ സ്നേഹം നിറഞ്ഞ സഹകരണത്തിൻ്റെ ബലമാണ് ഞങ്ങളുടെ രണ്ടാമത്തെ സംരംഭമായ ജാനകീയം. അനന്തയിലെ സ്വൈര ജീവിതത്തിനിടയിൽ ഉരുത്തിരിഞ്ഞ ഒരു വ്യത്യസ്ത ചിന്താഗതിയുള്ള 3-4 പേരുടെ ബുദ്ധിയിൽ ഉദിച്ച ആശയമാണിത്. പ്രിവ്യൂവിൻ്റെ ക്ഷണക്കത്ത് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തപ്പോൾ തന്നെ 4-5 പേർ ഫോണിൽ വിളിച്ച് ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതായി പറഞ്ഞു. എന്നാൽ അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല. ജാനകീയവും ജനകീയവും രണ്ടും രണ്ടാണ്. ഞങ്ങളുടേത് ജാനകീയമാണ്. നിങ്ങളുടെ ഈ സംശയമാണ് ഞങ്ങൾക്കുള്ള പ്രചോദനം. തെറ്റുകൾ ഭയന്ന് ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വരാത്തതിനാൽ അടിയൻ തന്നെ സ്വയം ആ കർമ്മം വഹിക്കുകയാണ്. അല്പം അധിക പ്രസംഗിത്തരമായി തോന്നില്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് പ്രൈസ് തമാശയ്ക്ക് ഇവിടെ കടമെടുക്കുകയാണ്. ഹൂ വിൽ ഫാദർ ദി അബോർഷൻ എന്ന സ്ഥിതി വന്നപ്പോൾ സ്വയം ഏറ്റെടുക്കുന്നു എന്നർത്ഥം. ഈ സംരംഭം നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് എൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും ചേർന്നതാണ്. കേരളത്തിലെ മറ്റു സീനിയർ ലിവിങ്ങിലുള്ളവർക്ക് ഇതൊരു പ്രചോദനമാവുകയാണെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. സുപ്രസിദ്ധ പുളിക്കൽ തറവാട്ടിലെ വീരശൂര പരാക്രമിയായ വേണുഗോപാൽ സ്വന്തം നാട്ടിൽ മാത്രമല്ല തനിക്ക് അന്യനാട്ടിലും വ്യാപാരം ചെയ്ത് തൻ്റെ കഴിവ് തെളിയിക്കാനും മറ്റുമായി ബോംബെ നഗരത്തിൽ ഭാര്യയും കുട്ടികളും ഒന്നിച്ച് താമസിച്ചിരുന്ന കാലം അയവിറക്കിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ ഭാര്യയുടെ വിയോഗവും മക്കളുടെ അമേരിക്കയിലേക്കുള്ള കുടിയേറ്റവും മാനസികമായി വേണുവിനെ തളർത്താൻ തുടങ്ങി. അതിലുപോലെ നാട്ടിലേക്ക് ചേക്കേറാനുള്ള വ്യഗ്രത കൂടിക്കൂടി വന്നു. പിന്നിൽ താണ്ടിയ വഴിയതീ ദൂരം മുന്നിൽ അജ്ഞാത മരണ കുടീരം. സഹോദരി ഇതേ സമയം അമേരിക്കയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ വേണുവിന് സന്തോഷമായി. പടത്തലവൻ്റെ സ്വഭാവങ്ങൾ അല്പസ്വല്പം ഉടലെടുക്കാൻ തുടങ്ങുകയും തറവാടെല്ലാം പുതുക്കിപ്പണിത് ഒരു പുതുജീവിതം തുടങ്ങുകയും ചെയ്തു. എന്നാൽ മിക്ക ദിവസങ്ങളിലും താൻ ഏകനാണെന്ന തോന്നൽ വേണുവിനെ അലട്ടുന്നുണ്ടായിരുന്നു. ഇന്നു നീ വന്നെത്തിയൊരിടമോ, ഇന്നു നീ വന്നെത്തിയൊരിടമോ. ചേച്ചിയുടെ സാന്നിധ്യവും നാട്ടിലെ കൃഷി വ്യാപാരങ്ങൾ എന്നിവ കൊണ്ട് വേണുവിന് അല്പം ആശ്വാസം കിട്ടിയിരുന്നു. ഏകാന്തതയുടെ അപാരതീരം, ഏകാന്തതയുടെ അപാരതീരം. വേണു, എവിടെയാണ് ഈ കുട്ടി? നീ ക്യാമറയും കൊണ്ട് ചുറ്റിക്കറയെ നടക്കുകയാണോ? ചായ ആരും പോകുന്നു മോനെ, നീ വേഗം ഒന്ന് കുടിക്കൂ. ഞാൻ ഇന്നലെ രാത്രി നിന്നെ ഓർമ്മപ്പെടുത്തിയതല്ലേ? ഇന്ന് സുഭാഷിന്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും വരുന്നു. വേഗം വന്ന് കുളിച്ച് റെഡിയാകും മോനെ.
എന്താ ഇങ്ങനെ ശ്രദ്ധിക്കാത്തത്? ജാനകിയമ്മ 75 വയസ്സ്. പുളിക്കൽ തറവാട്ടിലെ ജീവിച്ചിരിക്കുന്ന പ്രൗഢയായ സ്ത്രീരത്നം. റാവ് ബഹദൂർ രാമൻ മേനോന്റെ പുത്രി എന്ന അഹങ്കാരം മുഖത്തു കാണാം. പഴയ എംഎക്കാരി. ദാമ്പത്യം പകുതി കാലവും അമേരിക്കയിൽ കഴിച്ച് നാട്ടിൽ വന്ന് ഒരു തറവാട്ടിലമ്മയായി വിലസുന്നു. അമേരിക്കയിൽ അയൽക്കാർ മുഴുവൻ തിരുവിതാംകൂർക്കാരായതിനാൽ പാലക്കാടൻ ചുവയുള്ള മലയാളം പാടെ മറന്നുപോയി എന്നു തന്നെ പറയാം. പാലക്കാട് തറവാട്ടിൽ വന്ന് താമസമാക്കിയിട്ടും ഹാങ് ഓവർ ഇപ്പോഴും തുടരുന്നതുകൊണ്ട് എല്ലാവരും അതിശയിക്കാറുണ്ട്. അമേരിക്കയിൽ ഇത്രകാലം താമസിച്ച അഹങ്കാരമൊന്നും വെളിയിലെടുക്കാതെ നാട്ടിലുള്ളവരോടെല്ലാം സ്നേഹത്തോടെ പെരുമാറാൻ അറിയുന്നവർ. താൻ വിചാരിച്ച വഴിയിൽ മക്കളെ നിലയ്ക്ക് നിർത്താൻ പറ്റാത്തതിൽ ഒരു കുണ്ഠിതം മുഖത്തു കാണാം. ഇതാണ് പുളിക്കൽ തറവാട്. കൊല്ലങ്കോട് രാജാവിന്റെ ഭരണകാലത്ത് പടത്തലവന്മാരായ ആണുങ്ങൾ മുഴുവൻ പുളിക്കൽ തറവാട്ടുകാരാണ്. പാലിയ തച്ചന്മാർ കൊച്ചി രാജാവിന് എങ്ങനെയോ അതുപോലെ ആയിരുന്നു പുളിക്കൽ ആണുങ്ങൾ കൊല്ലങ്കോട് രാജാവിന്. ചുരുക്കത്തിൽ പുളിക്കൽ തറവാട്ടുകാരാണ് രാജഭരണം നടത്തുന്നത് എന്നർത്ഥം. രാജഭരണം എല്ലാം മാറിയെങ്കിലും പുളിക്കൽ തറവാട്ടുകാർ നാടുവാഴികളെപ്പോലെ തന്നെയായിരുന്നു ജീവിതം. അതിൽ ഇപ്പോഴത്തെ തായ്വഴിയാണ് ജാനകിയമ്മ, ഡോക്ടർ രാജൻ, വേണു എന്നിവർ. കണ്ണെത്താത്ത ദൂരത്ത് ആയിരക്കണക്കിന് ഏക്കർ കൃഷിസ്ഥലങ്ങൾ, മുതലമടയിൽ അതേ വലിപ്പത്തിലുള്ള മാന്തോപ്പുകൾ, തമിഴ്നാടിൻ്റെ ബോർഡർ ആയതിനാൽ അത്രയ്ക്കത്രയ്ക്ക് തെങ്ങിൻതോപ്പുകൾ എന്നിവ ഇവർക്ക് കൈവശമുണ്ട്. കൃഷികൾക്ക് പുറമെ തമിഴ്നാട് ബോർഡറിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് 5-8 ഡിസ്റ്റിലറികളും വേണുവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അമ്മുവേ, അമ്മുക്കുട്ടി. രാജനും രാഗിണിയും വന്നിട്ടുണ്ട് കേട്ടോ. അവര് രണ്ടുപേരും ഉണ്ട്. ഒരു ക്ലിനിക്കിൽ നിന്ന് വന്നതല്ലേ. അവര് രാത്രിയിൽ ഇവിടെ ഉണ്ട്. നാളെ തൃശ്ശൂർക്ക് രണ്ടുപേരും പോവുകയാണത്രേ. നല്ല ചപ്പാത്തി ഞാനും ഉണ്ടാക്കണം കേട്ടോ. ക്ലിനിക്കിൽ വരാൻ ഇത്തിരി താമസിച്ചു. അപ്പൊ പഞ്ചാരയുടെ തിരക്കല്ലേ. അതിനിടയ്ക്ക് വടക്കേ പാർട്ടി ട്രീറ്റ്മെന്റ് കേട്ടെന്ന് സുഖമില്ലാതെ പറഞ്ഞിട്ട് പേടിച്ചില്ല. സുഖമില്ലാന്ന് പറഞ്ഞിട്ട് ആ ഒന്നിന് ഞാൻ പോയി നോക്കി. ഒന്നുമില്ല. ഒന്നുമില്ല. അങ്ങനെ പേടിച്ചില്ല. പക്ഷെ ഒരു കാര്യം നോക്കിയിട്ട് പറയാം. ഈ ആർക്കെങ്കിലും സുഖില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ കേൾക്കാത്ത ആടി പുറപ്പെടല്ലേ. എന്നാലും ഈ നടപ്പ് പനിയുണ്ട്. നമ്മുടെ ആരോഗ്യം നോക്കണ്ടേ. എങ്ങനെയുണ്ട് വേണു? കാല് നല്ല വേദന. 2 ദിവസം കൂടെ മരുന്ന് കഴിച്ചാൽ മതി. ഒരു ദിവസം കഴിച്ചാലും വേദന. ഞങ്ങളുടെ വരുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പുറത്തേക്കിരുന്ന് നല്ല കുഴമ്പ് ആഹാരം കഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എല്ലാം നല്ല വേദനയുണ്ട്. 2 കാലും കഴിച്ച് നിന്ന് തരാം. ചൂടുവെള്ളം തോന്നിയല്ലോ. അമ്മൂനോട് പറഞ്ഞു കുറച്ച് അമ്മു കുറച്ച് വെള്ളം ചൂടാക്കി വെക്കണേ. അതെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സൗദാമിനി വരിക്കുമ്പോൾ ആ അമ്മക്കുട്ടിക്ക് 2 വയസ്സാ പ്രായം. അവള് ആ കൊച്ചിനെ എന്റെ കയ്യിൽ ഏൽപ്പിച്ച് ചേച്ചി ഞാൻ ചേച്ചിയെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ തന്നതാണ്. ഓർമ്മയുണ്ടാവും. അവളുടെ തന്തയുടെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. എന്താണ് അവളുടെ തന്ത? പ്രത്യേക ഒരു ടൈപ്പല്ലായിരുന്നോ? അത് പറഞ്ഞ എനിക്ക് എന്ത് സംഭവിക്കാമെന്ന് പറഞ്ഞ കുട്ടിയുടെ പിറ്റേ ദിവസം കേട്ടത് മരണം. അന്ന് മുതൽ ഇന്ന് വരെ അവൾ എന്റെ പിറക്കാത്ത മകളായി. അവൾക്ക് ഞാൻ അവളുടെ അമ്മയായിട്ടുമാണല്ലോ വരുന്നത്. അതുകൊണ്ട് അവളെ എനിക്ക് പ്രത്യേക ഒരു കരുതലും സ്നേഹവും ഉണ്ട്.
അവളെ നമുക്ക് നന്നായി എല്ലാവരും നോക്കണം. എനിക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ടത് തന്നെയാണ്. നിങ്ങൾ ക്ഷീണിച്ച് വന്നതല്ലേ, നിങ്ങൾ പോയി കുളിച്ച് റെഡിയായിക്കോളും. ശരി ശരി, വേഗം വരാട്ടോ. പോകട്ടെ. എന്താ ഭൈ സാധനമൊന്നും എന്താ ഭൈ ഐസ്ക്രീമാണ്? നീ കൊച്ചു കുട്ടിയാ. ഐസ്ക്രീമാണ് എനിക്ക് ഇഷ്ടം. അത് വേണ്ട, നീ കൊച്ചു കുട്ടിയല്ല. ഇഷ്ടത്താണോ? ഞങ്ങൾ കുളിച്ച് വരുമ്പോഴേക്കും ആ പൈസ വെച്ചിട്ട് അവിടെ തരാത്തെ കേട്ടോ. സ്വപ്നം കഴിക്കുന്നു. ചേച്ചി, നമസ്കാരം. ഇത് ചേച്ചിയുടെ ഏറ്റവും ഇളയ മകൻ സുന്ദര, ഇത് ബ്രദർ വേണു, ഇത് മറ്റേ ബ്രദർ ഡോക്ടർ രാജേഷ്, ഞാൻ രണ്ടിൻ്റെ ഭാര്യ ഡോക്ടർ രാജു. നമസ്കാരം. അയ്യോ, ഞങ്ങൾക്ക് എല്ലാവരെയും അറിയാം. പണ്ട് തൊട്ടേ നിങ്ങളുടെ തറവാട് ഫേമസ് ആണല്ലോ. എന്തൊരു ചൂട്. AC കാറിൽ വന്നതുകൊണ്ട് ഭയങ്കര ചൂടാണ്. നിങ്ങളുടെ തറവാട് ഏതാ? ഞങ്ങളുടെ തറവാട് കുറുപ്പത്ത് തറവാട്. ഓ, വേണു രാജന് ഓർമ്മയില്ല. കുറുപ്പത്തെ എന്തൊക്കെ? തറവാട് രാമൻ നായര്. നിങ്ങളുടെ കുട്ടിക്കാലത്ത് നമ്മുടെ മുത്തശ്ശന്റെ കാര്യസ്ഥനായിരുന്നു രാമൻ നായര്. ഓർമ്മയുണ്ടോ? രാമനാരായണൻ എന്റെ മുത്തശ്ശനാണ്. ഓ, അത് ശരി. ഓക്കെ. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. മകൾ ഇന്നലെ ശിക്ഷനൊന്നും വിളിച്ചിരുന്നു. നിങ്ങളെല്ലാം ഒന്ന് കാണാൻ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ കാണാൻ വന്നതാണ്. അവൾ മിടുക്കിയാണ്, സുന്ദരിയാണ്. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? അവൾ അവളുടെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചു. അത് നന്നായി വെറുതെ ജീവിക്കട്ടെ. ഇനി അങ്ങനെ നമ്മളെല്ലാം ബന്ധുക്കളായില്ലേ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമ്മളെല്ലാം വളരെ സന്തോഷമായിട്ടും വളരെ ഇതായിട്ടും കഴിയാം. നിങ്ങൾ എനിക്ക് തിരക്കൊന്നുമില്ലല്ലോ. ഇത് രാജൻ, വേണു. രാജൻ ഡോക്ടറാണ്, അവർ രണ്ടുപേരും ഡോക്ടറാണ്. അവർ അവിടെ ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഇന്ന് പിന്നെ അവധിയായിരുന്നല്ലോ, ഞായറാഴ്ചയല്ലേ. ഞായറാഴ്ച അവധി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റിയത്. വേണു ആണെങ്കിൽ ബോംബെയിൽ ബിസിനസ്സാണ്. അവിടെ അവന് ഭയങ്കര തിരക്കാണ്, വരും പോകും അന്വേഷിക്കും. ഇവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുന്നു. വേണു സുന്ദരനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി പ്രാക്ടീസൊക്കെ ചെയ്യിക്കുന്നുണ്ട് അവിടെ. ബിസിനസ്സൊക്കെ അവനും അറിയണ്ടേ. അവൻ വീട്ടിൽ തന്നെ നിന്നാ പോരല്ലോ, അവനും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ട് വേണു അവിടെ കൊണ്ടുപോയില്ലേ മോനെ? അവിടെ കൊണ്ടുപോയി എല്ലാം പരിചയപ്പെടുത്തുന്നുണ്ട്. രാജനും രാഗിണിക്കും ഇന്ന് ഏതായാലും തിരക്കൊന്നുമില്ല, അല്ലെങ്കിൽ അവരെ കാണാനേ കിട്ടില്ല. എന്നാൽ ഇനി ഏതായാലും തിരക്കൊന്നുമില്ലല്ലോ. കുറച്ചൊക്കെ വിശ്രമിച്ച് നമുക്ക് ഊണൊക്കെ കഴിച്ച് പതിയെ പോരാ. നമ്മൾ ബന്ധുക്കളായില്ലേ ഇനി. വളരെ സന്തോഷം. ഞങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും ഒന്ന് കാണുമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇനിയൊരു ദിവസം ആവട്ടെ. ചിലപ്പോൾ ഊണ് കഴിച്ചിട്ടേ പോകുള്ളൂ. ഞങ്ങൾ തിരക്കാണോ? അല്ലെങ്കിൽ ഊണ് തന്നെ കഴിച്ചിട്ട് ഇനിയൊരു ദിവസം ആവട്ടെ. ഇനിയൊരു ആവട്ടെ. കുറച്ച് തിരക്കുണ്ട്. 75ാം പിറന്നാളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഇതിൽ പങ്കുകൊള്ളണം. അത് ഞങ്ങൾക്ക് വളരെ വലിയ സന്തോഷമാണ്. തീർച്ചയായും ഞങ്ങൾ തന്നെ പിറന്നാളായതുകൊണ്ട് ഞാൻ പ്രത്യേകം തീർച്ചയായിട്ടും വരണം. ശരിയാണ്. അത് ഞാൻ ഇറങ്ങട്ടെ. എന്താ
വിചാരം എൻ്റെ മുത്തശ്ശൻ കാര്യസ്ഥനാണെന്ന് വിളിച്ചു പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? അതിന് എടുത്തെടുത്ത് പറയേണ്ട എന്തായിരുന്നു ആവശ്യം? നമ്മളെ താഴ്ത്താൻ വേണ്ടി അവർ പറഞ്ഞാണ്. നമ്മൾക്ക് മനസ്സിലായില്ല എന്നാണ് അവരുടെ വിചാരം. തെറ്റ് നിന്റെ കയ്യിലാണ്. നീ ഈ AC-യും കാറും കണ്ട് എത്രയോ കാലങ്ങൾ മുമ്പ് അവർ അനുഭവിച്ച് വന്നുകൊണ്ടിരിക്കുന്നവരാണ്. അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു വീശലിങ്ങനെ അതൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. ആ തെറ്റ് നീ സമ്മതിക്ക്. നിങ്ങൾ മിണ്ടാതിരുന്നോളി. ഇതാണ് നിന്റെ കുഴപ്പം. മിണ്ടാതിരുന്നോളി. നീ എപ്പോഴും എന്റെ വായ അടച്ചോ വിചാരിച്ചാണ്. പക്ഷെ അവരുടെ വേണ്ട, നമുക്ക് നാളെ വന്നിട്ട് ഊണ് കഴിക്കാം. കൊല്ലങ്കോട് രാജാവിൻ്റെ പടത്തലവന്മാരായ പുളിക്കൽ തറവാട്ടിലെ ആണുങ്ങളെപ്പോലെ തന്നെ അവിടുത്തെ സ്ത്രീകളും തമ്പുരാട്ടികളായി തന്നെയാണ് ജീവിച്ചിരുന്നത്. തങ്ങളുടെ വീട്ടിനടുത്തുള്ള കാച്ചാങ്കുറിച്ചി അമ്പലവും അവിടുത്തെ പ്രതിഷ്ഠയും എന്നും അവർക്ക് ഐശ്വര്യത്തിൻ്റെയും വളർച്ചയുടെയും ചിഹ്നമായിരുന്നു. അവിടുത്തെ മഹാവിഷ്ണുവിനെ വന്ദിച്ചിട്ട് ഏതു കാര്യത്തിനും പുറപ്പെടുകയുള്ളൂ. കാച്ചാങ്കുറിച്ചി കേശവൻ എന്ന ഗജവീരൻ ലോകമെമ്പാടും ആദരിക്കപ്പെട്ടവനായിരുന്നു. മീനത്തിലെ ഭരണിയിൽ 75ാം പിറന്നാൾ കൊണ്ടാടുന്ന ജാനകിയമ്മയെ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും ആദരവോടും സ്നേഹത്തോടും അമ്പലത്തിൽ വന്ന് കാണുകയും അനുഗ്രഹം തേടുകയും ചെയ്തു. இத பாரு, கூப்பிடாது பையனை பங்கிருக்கலாம். இத பாருங்கோ, நம்ம ஹரியோட அம்மா அப்பா அவனோட மாமியார் ஆத்துக்காக்கும் போயிட்டு இருக்கோம். தெரிஞ்சுதா? நம்ம பிள்ளையாத்துக்காரா, நம்ம தானோ சக்தி, அவா கிடையாது. அதனால அங்க போயிட்டு ஜானகி அம்மைன்னு விழுந்து விழுந்து பேசண்ட ஒரு ஆவசியവും இல்லை. பேசாம டீசெண்டா அந்த கசையில போய் ஜம்முன்னு உட்காந்துருக்கிறது. சரிடி அம்மா, நீ சொன்ன மாதிரியே கேட்கறேன். போருமா? போரும் வாங்கோ.
നമസ്കാരം ജാനകിയമ്മേ, നിങ്ങൾക്ക് 75ാം ജന്മദിന ആശംസകൾ. ഞാൻ ഹരിയോட അപ്പ സുന്ദരരാജൻ. இங்கே அடுத்துள்ள ஆலம்பள்ளம் கிராமம் உண்டு தெரியுமா? நான் இங்கே கிட்டக்க ஆலம்பள்ளம் கிராமத்தில் தான் ஜனிச்சு வளர்ந்தேன். என்னோட அப்பா அங்கே சபரீஷாராக ஜோலி செய்துட்டு இருந்தா. நான் அங்கே ராஜாஸ் ஹைஸ்கூலில் தான் படித்தேன் கொல்லங்கோட்டில். 10ஆம் கிளாஸ் வரை 1ஆம் கிளாஸாக படித்தேன். പക്ഷേ என்ன பண்ணுறது, அது കഴിഞ്ഞിട്ട് ബോംബെക്ക് ഓടി പോക വേണ്ടി വന്നത്. 16 வயசுலேயே பாம்பேக்கு ஓடி போயிட்டேன். அங்கே தான் ஃபர்தர் ஸ்டடீஸ் எல்லாம் செய்தேன். என்ன கல்யாண சமாச்சாரம் உங்களுக்கு நிறைய டீட்டெயில்ஸ் எல்லாம் தெரிய வேண்டி இருக்கும். அது நேச்சுரல், ஐ அண்டர்ஸ்டாண்ட் இட். நீங்கள் என்னோட வைஃப் ராஜிட்ட கேளுங்கோ, அவள் டீட்டெயிலாக எல்லாம் நல்லா சொல்லி തരുവൾ. മനസ്സിലായില്ലേ അമ്മയ്ക്ക് ഇവരെന്താ പറയുന്നെന്ന്? അവര് അടുത്ത ആലമ്പള്ളം ഗ്രാമത്തിലാണ് അവര് എന്ന് പറയുന്നത്. അവര് ബോംബെ സെറ്റിൽഡാണ്. മനസ്സിലായില്ലേ? അവരുടെ കുടുംബം പറയണം. അതാണ് മനസ്സിലായി. അതേ ചേച്ചിയുടെ ഭർത്താവിന്റെ അച്ഛനും അമ്മേനെ വന്നിരിക്കണം. നമസ്കാരം ജാനകിയമ്മേ, നിങ്ങൾക്ക് 75ാമത് പിറന്നാൾ വാഴ്ത്തുക്കൾ. ഞാൻ രാജി, ഹരിയോട അമ്മവാക്കും. എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ തമിഴായതുകൊണ്ട് മലയാളം അത്ര വശമില്ല. അപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് മലയാളം കയറി വന്നാൽ എന്നെ മന്നിക്കണം കേട്ടോ. ഞാനിവിടെ പാലക്കാട് നൂർണി ഗ്രാമം ഇല്ലേ, അവിടെയാണ് ജനിച്ചു വളർന്നത്. എന്റെ കുടുംബമൊക്കെ അവിടെ ആയിരുന്നു. ഞങ്ങള് വലിയ കുടുംബക്കാരാണ് കേട്ടോ. എന്നോട് താത്ത അപ്പൂപ്പൻ ഡോക്ടർ രാമനാഥയ്യർ വലിയ ഫേമസ് ഡോക്ടറാണ്. പക്ഷെ MBBS അല്ല കേട്ടോ, അന്നത്തെ LMB എന്ന് കേട്ടിട്ടുണ്ടല്ലോ. உங்களுக்கு ஒன்னும் தெரியாதுங்களா? நம்ம குடும்ப மகிமையில அவ தெரிஞ்சுக்க வேண்டாமோ? ഞാൻ ഹരിയെ പറ്റി പറയാം. ഹരി എന്നോട് ഒറ്റ പിള്ളை, ചെല്ല പിള്ളை, ചമത്ത് ரொம்ப ரொம்ப ചമത്ത്. നന്നാ പഠിപ്പൻ. IIT-യിൽ விட்டு പഠിപ്പിച്ചோம். പഠിച്ചു കഴിഞ്ഞ് അമ്മ எனக்கு அமெரிக்கா போனோம் சொன்னார். அனுப்பிச்சு வச்சோம். அங்கேயும் படித்தேன். அப்படி இருக்கிறத ஒரு நாளைக்கு கூப்பிடுறேன், അമ്മേ എനിക്ക് ഇവിടെ ഒരു കുട്ടിയെ ഇഷ്ടമാണ്, ഞാൻ അവളെയെ കെട്ടുകൊണ്ടുവന്ന്. ഞാൻ ഒരേ ഷോക്കിലായിപ്പോയി കേട്ടോ. വല്ല മാതാമ്മയും ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ. പക്ഷെ അമ്മയായി പോയില്ലേ, സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. പിന്നെ ഈ സംബന്ധമൊന്നും അത്ര ഞങ്ങൾക്ക് തൃപ്തിയല്ലായിരുന്നു കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാം, പിന്നെ കൊല്ലംകോടാണ് നിങ്ങളെന്ന് പിന്നെയാണ് അറിഞ്ഞത്. അപ്പൊ ഇത്തിരി സമാധാനമായി കേട്ടോ. ഏതായാലും ജാനകിയമ്മേ, കുട്ടികൾ എവിടെയോ നന്നായിരിക്കട്ടെ അല്ലേ, നമുക്ക് അതേ വേണ്ടുള്ളൂ. ശരി കേട്ടോ, കണ്ടതിൽ വളരെ സന്തോഷം. ഇവിടെ നമ്മൾ ബന്ധുക്കളല്ലേ, നിങ്ങളിവിടെ ഒരു കാര്യം പറയുമ്പോ നമസ്കാരം. 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 ഞാൻ കുമാർ, സുരേഷിൻ്റെ അച്ഛനാണ്. ഇതെൻ്റെ ഭാര്യ ഷീല, ഇതവളുടെ സഹോദരൻ മനോജ്. നിങ്ങളുടെ കുടുംബത്തിൽ സാധാരണ കാരണവന്മാരാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ഇവിടെ കൂടുതലൊന്നും തീരുമാനിക്കാനില്ലെങ്കിലും അവൻ്റെ ആ ഒരു സ്ഥാനം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് വിവരം അറിഞ്ഞപ്പോൾ അമ്മാവൻ അമ്പലപ്പുഴയിൽ ഓടി വന്നിരിക്കുക. അതാണ് അവൻ്റെ ഒരു വിവരം. അനന്താലിംഗ പാലക്കാട് കേനൂരിനടുത്ത് അനന്താലിംഗ ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ഒരു വർഷമായിട്ട് താമസിക്കുന്നത്. ആ സുരേഷ് ഞങ്ങളോട് വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം പോയി സഹോദരി ശാന്തയെ കണ്ടത്. അവിടെ പോയി കണ്ടപ്പോൾ ഞങ്ങൾക്ക് തൃപ്തിയായി. കാരണം ഞങ്ങളുടെ മകൻ സെലക്ട് ചെയ്ത ഒരു പെൺകുട്ടിയുടെ തറവാട് നല്ല തറവാടാണെന്ന് അപ്പോഴേ മനസ്സിലായി. ഇന്നും ആലോചിക്കേണ്ടി വന്നില്ല. വളരെ സന്തോഷമായി. കണ്ടോ ഇഷ്ടമായ അവിടെ സത്യം പറയട്ടെ, സാധിച്ചത് എന്ത് നല്ല സ്വഭാവമാണ്. ആനന്ദ് ഞങ്ങൾക്ക് ഇഷ്ടമായി. മകനോട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു മാറ്റം എടുക്കലാണ്. നല്ലതാ മനസ്സിൽ എടുക്കണം. ഞങ്ങൾക്കും ഭാവിയിൽ എടുക്കണമെന്നുണ്ട്. ചേച്ചിയുടെ മോളെ കുറിച്ച് മനോജെല്ലാം ഞങ്ങളോട് പറഞ്ഞിരുന്നു. കുട്ടികൾ തമ്മിൽ നല്ല ചേർച്ച ഉണ്ടെന്ന് ഇവൻ പറഞ്ഞു. അവര് തമ്മിൽ ബന്ധപ്പെടാറുണ്ട്. അവരെ അമ്മാവനും അനന്തരവനും വളരെ ക്ലോസ്
എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഇല്ലേ? ഞാൻ ബാംഗ്ലൂരിൽ ഒരു ഇലക്ട്രോണിക്സ് ഫേമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലോട്ട് വരുമ്പോൾ പാലക്കാട് വഴിയാണ് ഞാൻ അമ്പലപ്പിടിക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും സോറി ഹലോ എന്തായാലും ഇങ്ങനെ ഒരു പെൻഷൻ കിട്ടിയതെല്ലാം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം. സുനന്ദമോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വീഡിയോ കോൾ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ വന്ന് നിങ്ങളെ എല്ലാവരെയും കാണാനും പരിചയപ്പെടാനും പറ്റിയത് വളരെ സന്തോഷം. പ്രത്യേകിച്ച് എനിക്ക് ചേച്ചി ഒരുപാട് ഇഷ്ടമായി കേട്ടോ. എല്ലാ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാണ്. ಸಾರಿ ಹಲೋ ಹೇಳಿಲ್ಲ ಎಲ್ಲಿದ್ದಾರೆ ಇವಾಗ? ಹಾಂ ಕೊಟ್ಟಿದ್ದೀನಿ, ಅದನ್ನು ಕಳಿಸ್ಬಿಡಿ. ನಾನು ಬರ್ತಾ ಇದ್ದೀನಿ, ಒಂದು 2 days ಒಳಗಡೆ ಬಂದ್ಬಿಡ್ತೀನಿ. ಅದೇನು ಚಿಂತೆ ಇಲ್ಲ. ಓಕೆ ಧನ್ಯವಾದ. ബിസിനസ്മാൻ ആണല്ലേ? ಒಳ್ಳೆ ಬಿಸ್ನೆಸ್ ആണല്ലോ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓടി വന്നതിൽ വളരെ സന്തോഷം. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വരിക ചേച്ചിയോട് പോകണം. बोलिए वो हमने भेजा है करके, आपने पेमेंट डाल दी हमारे तरफ से ठीक वहाँ पे हाँ ज़रूर करें. ചേച്ചി കാണാൻ വന്നാൽ ഫോണൊക്കെ ഒന്ന് ഓഫ് ചെയ്യണം. 3-4 പ്രാവശ്യം ഫോൺ വന്നാലോ. ശരിയല്ല, ബിസിനസ്സുകാരല്ലേ, നടക്കട്ടെ, വിട്ടേക്കത്. അവർക്ക് അത് വിളിച്ചു അവിടെ ഇല്ല രാജ ഒരു ഇമ്പോർട്ടൻറ്റ് കോൾ ഓക്കെ. ഓട്ട വേണു. അവനും വലിയ ബിസിനസ്സുകാരനാണ്. അതെ അതിന്റെയാണ് രണ്ടും ഒരുപോലെയാണ്. ഞാൻ ഈ തിരക്കിലാണെന്നുണ്ടെങ്കിലും ഞാൻ വിഷ് ചെയ്യാൻ വന്നു. വളരെ സന്തോഷമുണ്ട്. എല്ലാ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കും. എന്തായാലും വിരോധം നിങ്ങളുടെ പൂജാ റൂമിൽ കാണണ്ടേ? ഇദ്ദേഹം വലിയൊരു സയന്റിസ്റ്റ് മാത്രമല്ല, ഒരു ആത്മീയ ആചാര്യനാണ്. വളരെ സന്തോഷം, വളരെ കുടുംബത്തിന്റെ ഭാഗ്യം. പ്രത്യക്ഷത്തിൽ ഗുരുവായൂരപ്പൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? യോഗീന്ദ്രാണാം പദമുഖേഷ്വധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുതിസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃത്വാ നിശേഷതാപാദ് പ്രതിശതു പരമാനന്ദ സന്തോഷലക്ഷ്മീ പ്രതിശതു പരമാനന്ദ സന്തോഷലക്ഷ്മീ. നമസ്കാരം. അന്ന് എല്ലാ ഭക്തര ആശംസകളും. നിങ്ങളുടെ സാമിക്യം തന്നെ വളരെ സന്തോഷമായി. ഇത്രയും സമയമായിട്ടും വിലാസിനി വന്നില്ലല്ലോ. അവളെന്താ വരാത്ത? അവളുടെ മകള് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അതേ 100 വയസ്സാ പറഞ്ഞ് 100 വയസ്സാ. അതെ എല്ലോ ചിരിക്കുടുക്ക. താങ്ക് യു മോളെ. ഓക്കെ, നന്നായി വരട്ടെ, നന്നായി ചിരിക്കുടുക്ക എടുത്തല്ലോ. ഓ നീ വരാതെ വിഷമിച്ചിരിക്കുന്നു. ഓക്കെ, താങ്ക് യു മോളെ. താങ്ക് യു മോളെ. ഞാൻ പറഞ്ഞു വിഷമിച്ചിരിക്കുന്നു. ചുമ്മാ ഒരു വിഷയമായിട്ട് നമ്മുടെ വീട്ടിൽ ഓടിക്കൊണ്ടിരിക്കാൻ റെസ്റ്റ് എടുക്കണം എന്ന് പറയുന്നതാ. ശരി, ഞാൻ ആന്റിയെ കണ്ടിട്ട് പോയാൽ മതി. ഞാൻ എന്തായാലും അടുക്കളയിൽ നിന്ന് അമ്മൂനെ സഹായിക്കട്ടെ. ഞാൻ ലേറ്റ് ആയി വരാൻ. മോളിവിടെ നിൽക്കുന്നു. അവിടെ വീട്ടിൽ പോണോ?
അകത്ത് പോയി മോള് നോക്കിക്കോട്ടെ. അല്ല മോള് വീട്ടിൽ പൊക്കോട്ടെ, ഞാൻ ലഞ്ചിന് വിളിക്കാം. എന്തൊരു ചേച്ചിക്ക് എനിക്ക് കാണാൻ പോയിട്ട് വരാം. ശരി, അവിടെ പോയിട്ട് വരാം. ഊണിനെത്തണം. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇതൊന്നും വേണ്ടായിരുന്നു. നിങ്ങളുടെ സാമീപ്യം എല്ലാം ഒരു സന്തോഷമല്ല ജാനകിയമ്മേ. വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം. നിങ്ങളെല്ലാവരും എത്തിച്ചേർന്നത് എനക്കുള്ള ആളിലെത്തി. ഏതായാലും എല്ലാവരും വന്ന് വളരെ സന്തോഷം. വളരെ സന്തോഷം. ഊണൊക്കെ റെഡി ആയിരുന്നു. ഓർഡർ ചെയ്തിട്ട് ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഓക്കെ ഓക്കെ ചെല്ലും. നമ്മളിന്ന് നാട്ടുകാരെ എല്ലാം വിളിക്കാനാണ് നന്നായി ഇല്ലേ? ഇനിയിപ്പം ഈ ഇതിനിടെ വല്ലാത്തൊരു വീട്ടുകാർ മാത്രമായിട്ട് എന്തുകൊണ്ടും നന്നായി. അപ്പോൾ തന്നെ നമ്മൾ ക്ഷീണിച്ചു. അവരെല്ലാവരും കൂടെ വന്നെങ്കിൽ വല്ലാതെ ക്ഷീണിച്ചു. അതിന് രാജ നിങ്ങൾ എന്നെ ഒന്ന് ചെയ്യണം. നിങ്ങളൊപ്പം ഇരുന്ന് എനിക്ക് നല്ലവണ്ണം നിന്ന് ഊണ് കഴിക്കണം, പായസം കുടിക്കണം. അത് പ്രത്യേകിച്ച് പറയേണ്ട എന്നാലും എന്നെ ഒന്ന് ചെക്കപ്പ് ചെയ്യും മോനെ. രാവിലെ ആ സ്റ്റെപ്പ് ഒന്ന് ഇട്ട് കൊടുക്കൂ. ഊണ് റെഡിയായി. റെഡിയായി. ശരിക്കും റെഡിയായ ഞാൻ പറയാം. നന്നായി വരും മോനെ, നന്നായി വരും. കുട്ടി നീ നന്നായി വരും മോനെ. ഇന്നത്തെ സൗകര്യമായിരിക്കട്ടെ. നന്നായി വരും. മോനെ നീ മിടുക്കനായി, നന്നായി വരും. അമ്മോളെ നീ എന്റെ പൊന്നു കുട്ടിയല്ലേ. നന്നായി വരും മോളെ, നന്നായി വരും. ഓക്കെ മനോജിന് വേറെ എന്തെങ്കിലും വേണം? വേണമെന്ന് വിശക്കുന്നുണ്ടോ? എല്ലാവരും നന്നായി കഴിക്കൂട്ടോ. വിശപ്പായോ? എല്ലാവരും നന്നായി വിശന്നോ? എല്ലാവരും കഴിച്ചോളൂ, കഴിച്ചോളൂ. ഞാനെന്താ ഒരു മൗനം? വിശപ്പ് കൂടിയോ? പറയാനുണ്ടോ? രാഗിണി കാര്യമായിട്ട് കുഴപ്പം കൊടുക്കൂ. രാജന രാജേട്ടൻ പിന്നെ നിങ്ങളെ വേണം. ഒറ്റ മകനാണ് എൻ്റെ. അവരുടെ ഇഷ്ടത്തിന് അമ്മയായി കൊടുത്ത് ശരിയെന്ന് പറയേണ്ടി വന്നു. ഞാനും നിങ്ങളുടെ കാര്യം സന്തോഷമായിട്ടൊന്നുമില്ല. ആ ജാനകിയുള്ള പവർ ഞാനിന്ന് കണ്ടായൊക്കെ കണ്ടോ? നമുക്കൊന്നും അറിയുന്നില്ലെന്നാണ് ചെയ്യാൻ പറ്റും. അതെ ഊണ് കഴിഞ്ഞാൽ കണ്ടിട്ടില്ലേ ഏട്ടൻ്റെ മുറിക്കുന്നവിടെ തിരക്കുണ്ടാവും.
ഹാപ്പിയായി ഇല്ലേ രാഗിണി? രാഗിണി സുന്ദരനും അതുപോലെ രാജവിദ്യയും രാജവിദ്യ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളങ്ങനെ എല്ലാവരും സന്തോഷമായിട്ടില്ല. എനിക്ക് എൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് ഗൗരവമായി പറയാറുണ്ട് കേട്ടോ രാജ. എന്താണെന്ന് വെച്ചാൽ അറിയാലോ, ഇപ്പം നമ്മളെല്ലാം വളരെ സ്വസ്ഥമായി, എനിക്ക് പ്രായമായി. അതുകൊണ്ട് നമ്മുടെ അമ്മക്കുട്ടിയെ ഇങ്ങനെയൊക്കെ നിർത്തിയാൽ മതിയോ? പോരല്ലോ. അവൾക്ക് നമ്മൾ ഒരു കല്യാണാലോചനയൊക്കെ വേണ്ടേ? തന്നെയല്ല, അവൾക്ക് നല്ല പഠിപ്പുണ്ട്, കാര്യവിവരമുണ്ട്. എത്ര കാലമാണ് നമ്മൾ വീട്ടിൽ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. അതുകൊണ്ട് അവൾക്ക് ഒരു നല്ല ജീവിതം നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതാണ് എൻ്റെ ആലോചന. എന്താണ് വേണു രാജ? വേണു രാജ, നിങ്ങളുടെയൊക്കെ അഭിപ്രായം? നമുക്കത് ഇനിയിപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം. ശാന്ത പറഞ്ഞിരുന്നല്ലോ അനന്തയിലേക്ക് ചെല്ലണമെന്ന്. ഇവരെയൊക്കെ ഒന്ന് സ്വസ്ഥമാക്കിയാൽ നമുക്ക് അനന്തയൊന്ന് നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവരുടെ കാര്യങ്ങളെല്ലാം ഒന്ന് നടത്തണം. ഇവരുടെ പുറകൊടുക്കലൊക്കെ കഴിഞ്ഞ് രാജാ അനന്തയിലേക്ക് ഒരു ക്ലാസ് വാങ്ങണമെന്നില്ല. നമുക്ക് ആലോചിക്കാവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് ഒരു കാറ്റൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അനന്ത മുഖ്യ തലവാട്ടാക്കി മാറ്റാം. സന്തോഷം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു കാര്യം എനിക്ക് ആലോചനയുണ്ട് രാഗിണി. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമ്മുക്കുട്ടിയുടെയും സുന്ദരന്റെയും കല്യാണം അനന്തയെ തന്നെ വെച്ചങ്ങ് ആയാലോ? എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം? വളരെ നല്ല കാര്യം. അങ്ങനെയാണെങ്കിൽ നല്ലൊരു ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട്. അവിടെ ആവുമ്പോൾ അവർക്ക് അവിടെ എല്ലാവർക്കും കൂടാം. നമുക്ക് വേറൊരു സ്റ്റൈലിൽ അവിടെ ആർക്കും ഒരു ഭംഗിയായി വിവാഹം അനന്തയെ വെച്ച് നടത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. പിന്നെ പിന്നെ വേറൊരു കാര്യവും കൂടി ഉണ്ട്. സുന്ദരനും അമ്മുവും കുറച്ച് ഇതത്തിലാണ്. അതെ അതെ, എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ സംശയം. ഞാൻ പിന്നെ ചേച്ചിയോട് പറഞ്ഞില്ല, അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട്. രണ്ടുപേരെ ഞാൻ സൈലന്റായി വാച്ച് ചെയ്യാറുണ്ട്. അത് അവള് ഒരു പാവമായതുകൊണ്ടും പിന്നെ നമ്മളോടുള്ള ബഹുമാനം ഉള്ളത് കൊണ്ടും അവൾ അതെല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുക. സുന്ദരനാണെങ്കിൽ മറ്റു 3 പേരും അമ്മയുടെ ഇഷ്ടമില്ലാതെ വേറെ കല്യാണം കഴിച്ചു പോയി. അമ്മയെ വിഷമിപ്പിക്കണ്ട. ഇനി ഞാനും കൂടി അങ്ങനെ ആയാലോ എന്ന് ഓർത്താണ് കള്ളൻ അനങ്ങാതെ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ എനിക്കറിയാം. അമ്മക്കുട്ടിയും ഇത് ഇടയ്ക്കിടയ്ക്ക് ഒളികളിട്ടൊക്കെ നോക്കണം. പിന്നെ നടക്കട്ടെ. അതുകൊണ്ട് എന്താ മക്കളെ, നമുക്കതങ്ങ് നടത്തിയാലോ? വേണു ഓക്കെ. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിലെ പറയുന്നത് എനിക്ക് വളരെ ഒരു സന്തോഷം. എന്താ മനോട്ടെ, നമുക്ക് എത്ര ഇഷ്ടമായില്ലേ? എനിക്ക് ഒരുപാട് സന്തോഷം. എന്നാൽ നമുക്ക് അങ്ങനെ തീരുമാനിക്കാം എല്ലാവരും. അപ്പോൾ എനിക്ക് എല്ലാം കൊണ്ടും വളരെ സന്തോഷമായ ദിവസമാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പല ഇനി അവിടെ പോയി ഇവരെയൊക്കെ കല്യാണം കഴിച്ച് വീട്ടിൽ താമസിപ്പിച്ചാൽ അവൾക്ക് നല്ല ഇവനാണെങ്കിൽ എല്ലാം നോക്കി നടത്താനുള്ള കഴിവുണ്ട്. അമ്മക്കുട്ടിയാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായി ഇപ്പോൾ നോക്കി നടത്തുന്നുണ്ട്. ഇനിയും അങ്ങനെ അവൾ നടത്തിക്കൊള്ളും. അപ്പോൾ എനിക്ക് യാതൊരു മനപ്രയാസവും ഇല്ലാതെ യാതൊരു വിഷമവും ഇല്ലാതെ നമുക്കെല്ലാം
അനന്തയിൽ പോയി സ്വസ്ഥമായി താമസിക്കാം. അതിലുപരി ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവരുടെ കൂടെ ഒന്ന് ഇവിടെ താമസിക്കുകയും ചെയ്യാം. ശരിയാ. ആ അവർക്ക് വിരോധമൊന്നും ഉണ്ടാവില്ല. അവരൊക്കെ വരും. അപ്പൊ അതിലൊക്കെ കൈയ്യടി പാസ്സാക്കി കരകമലേ വരദാഭയ കരകമലേ ശരണാഗത വത്സലേ സരസിജ നാഭസോദരി ശങ്കരി പാഹി മാ സരസിജ നാഭ സോദരി परंतम प्रकृतिते परंतम प्रकृतिते पशुपाश विमोचिते पन्नगा हरणयुते नागगांधारी पूजित आचपते सदानंदते संभरे मदगुरुकुलजननी मदशमनी महिषासुरमर्दिनि मन्दगमनि मङ्गलवरप्रदायिनि मदगुरुकुलजननी मदशमनी महिषासुरमर्दिनि मन्दगमनि मङ्गलवरप्रदायिनि सरसिज नाभसोदरि शंकरी पाहि मां सरसिज नाभ सोदरी अज्ञात्वाते महत्त्वं यदिगदिगदिदं विश्वनाथक्षमेधा चैदत्सहस्रोत्तरमभिगतरं त्वत्प्रसादाय भूया नारायण
ശ്രുതിക്ഷുജനുഷാസ്തുത്യതാ വർണ്ണനേന സ്ഥിതം ലീനാവദനൈർവിധമിക കുരുതാം ആയുരാരോഗ്യസൗഖ്യം നമ്മുടെ ജാനകി അമ്മയ്ക്ക് ആയുരാരോഗ്യസൗഖ്യം. എല്ലാം വളരെ നന്നായിട്ട് അതിലുപരി നാരായണീയം ചൊല്ലി എനിക്ക് വലിയൊരു സമ്മാനം തന്നു. നാളെ അനന്തയിലേക്ക് പോകണമെന്ന് വിചാരിക്കുക. അവിടെ ചെന്ന് എല്ലാം കണ്ടിഷ്ടപ്പെട്ട രാജനും വേണുവിനും എല്ലാവർക്കും ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ട്. നിങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് വരണം കേട്ടോ. അനന്തയിൽ വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വരാൻ മറക്കരുത്. തീർച്ചയായിട്ടും വരണം. അത് അനുഗ്രഹമാണ്. തീർച്ചയായും എല്ലാവരും അങ്ങോട്ടേക്ക് വരണം കേട്ടോ. എല്ലാവർക്കും വരാൻ തോന്നി ഇവിടെ വന്ന് എനിക്ക് എല്ലാ ആശംസയും നിങ്ങളെ എല്ലാം സന്തോഷിപ്പിച്ച് നമ്മൾ ഇത്രയും പാട്ടൊക്കെ പാടി എല്ലാവരും എന്ത് രസമായിരുന്നു ഇല്ലേ? അപ്പോൾ ഇനിയും നിങ്ങളെല്ലാവരും വരണം, വരാതിരിക്കരുത്. നല്ല ഹാപ്പി ആയിട്ട് എന്തെങ്കിലും പോരായ്മകളോ ചുറ്റുകുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം മറന്ന് നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ. സുന്ദര മോളിനെ കല്യാണത്തിന് നേരത്തെ വരണം, നിങ്ങൾ വേണം എല്ലാം നടത്തി തരാൻ. കൂടി ജന്മദിന ആശംസ. ഓക്കെ വളരെ സന്തോഷം, വളരെ സന്തോഷം. കലമ്പുറവും കുടുക്കുറവും വളരെ കുടുംബ സൗകര്യം നിങ്ങളെല്ലാം വന്ന് പങ്കെടുത്ത് നല്ല ബഹുകേമമായി കേട്ടോ. കീർത്തനം ഇത്ര മനോഹരമായ പാതിവർഷം എൻ്റെ പിറന്നാളിന് നല്ലൊരു സമ്മാനമാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവിധ സന്തോഷവും നിങ്ങളെനിക്ക് ആശംസയും തന്നതിന് ഒരുപാട് നന്ദി പറയാം കേട്ടോ. പിന്നെ ഞങ്ങളുടെ കുട്ടികളുടെ കല്യാണത്തിന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. രാഗിണി ഇവരല്ലേ വന്നെല്ലാം நாங்கள் கல்யாணத்துக்கு வந்து முன்னால் இருந்து நடத்தி தருவோம். എല്ലാം മന്നിച്ചുണ്ടോ? ഇല്ല, ഞങ്ങളുടെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ മന്നിക്കില്ല. കണ്ടിപ്പാ போயிட்டு வரோம், போயிட்டு வரோம். ராகினி போயிட்டு வரோம். பிலு போயிட்டு வரேம்மா. സന്തോഷമായി. വളരെ സന്തോഷം. മനോജാണെങ്കിൽ വളരെ തിരക്കിൻ്റെ ഇടയിൽ ദേഹമാവും വന്നു. പിന്നെ ദേഹമാണെങ്കിൽ വളരെ നിങ്ങളെ അതിലുപരി നാരായണി കീർത്തനം ചൊല്ലി എന്നെ ജന്മ സകലമായി കേൾക്കാമെങ്കിലും ഈ ദിവസം ഒരു പ്രത്യേകതയല്ലേ? ഈ ദിവസം എനിക്ക് കുഞ്ഞുമല്ലേ തന്നത്. ഒരു എന്താ പറയാ, ഗുരുവായൂരപ്പന്റെ ദർശനം കിട്ടിയതുപോലെ വളരെ സന്തോഷം. കുട്ടികളുടെ കല്യാണത്തിന് എല്ലാവരും വരണം, ഒന്ന് പങ്കെടുക്കണം, എല്ലാം നടത്തി തരണം കേട്ടോ. ഇതൊക്കെ രാഗിണി നമുക്ക് നല്ലൊരു പുണ്യമല്ലേ. അപ്പൊ ഇനിയും വന്ന് ഞങ്ങളെ എല്ലാം അനുഗ്രഹിച്ച് ഞങ്ങളെല്ലാം ഇതാകണം കേട്ടോ. കല്യാണത്തിന് തീർച്ചയായിട്ടും
ശാന്തേ, ശാന്തേ, നിന്നെ കണ്ടിട്ട് എത്ര നാളായി. ആയി, നിന്നെ കാണാൻ കൊത്തിയായിരിക്കും. അമ്മല്ലേ? എന്താ അറിയാ കുറെ കാലമായല്ലോ കണ്ടിട്ട്. അതെ, സന്തോഷമായി കണ്ടത്. ആ ശാന്തേ, എങ്ങനെയുണ്ട് മോളെ നിന്റെ കാലിന് വേദന? ഡോക്ടർ എന്തു പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു കുറച്ച് വീട്ടിൽ റെസ്റ്റ് ചെയ്യണം, പുറത്തൊന്നും പോകാൻ പാടില്ല പറഞ്ഞു. അപ്പൊ എനിക്ക് ഒരു വഴി ഉണ്ടായില്ല ചേച്ചി അങ്ങോട്ട് വരാൻ. അതാണ് കേട്ടോ, എന്റെ മനസ്സൊക്കെ അവിടെ ഇരുന്നു. എന്റെ 75ാം പിറന്നാളിന് നീ ഇല്ലാത്തതിന്റെ വിഷമം ഞാൻ നന്നായി അറിഞ്ഞു കുട്ടിയെ. പക്ഷെ വന്നു ഒരു ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാം ചോദിച്ചു. ഉത്തരം പറഞ്ഞ് എനിക്ക് മതിയായി. പിന്നെ എന്ത് ചെയ്യാം, നമ്മൾക്കിത് വിഷമായി പോയില്ലേ നിനക്ക്. വേണു അവിടെ വന്ന വിവരങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ എനിക്ക് വളരെ സന്തോഷമായി. അവിടെയൊക്കെ ഒന്ന് കാണണം, ഇവിടെ വരണം, ഒരു ഫ്ലാറ്റ് വാങ്ങണം എന്നൊക്കെ എന്റെ മനസ്സിൽ മോഹം തോന്നി. രാജന് രാഗിണി ഇങ്ങോട്ടേക്ക് വാങ്ങാൻ വരുന്നുണ്ടത്രേ. ഇവിടെ വന്ന് താമസിക്കാനേ എത്ര നന്നായിരിക്കും. നമുക്കൊരു വലിയ ഒരു സ്വന്തം തറവാട് തന്നെ ആവാം. ഈ ഫ്ലാറ്റ് മുഴുവനും നമുക്ക് അങ്ങോട്ട് ബുക്ക് ചെയ്യാം അല്ലേ. പിന്നെ കുട്ടികൾക്കും സന്തോഷാവും, അവർക്ക് എല്ലാവർക്കും നമ്മളിവിടെ വന്ന് കാണാമല്ലോ. പിന്നെ ചേച്ചി കുട്ടികളെ ഒരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ, ചേച്ചിക്ക് തരാൻ വേണ്ടി. എന്തൊക്കെയുണ്ട് നീ വിശേഷം? ഇവളുടെ കാലിന്റെ ട്രീറ്റ്മെന്റ് കാരണം കുറെ വിഷമിച്ചില്ലേ? പിന്നെ എന്ത് ചെയ്യാം, സാരമില്ല. ഇവിടെ ആയതുകൊണ്ട് റെസ്റ്റ് എടുക്കാമല്ലോ. ഉണ്ണിക്ക് ഇവിടെയെല്ലാം ഇഷ്ടപ്പെട്ടുവോ? We are very happy here, very adjustable, and we have no problem. വേണു, നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് നടന്ന് കണ്ടാലോ? എല്ലാം ഒന്ന് കാണാം. ആ GM-നെ ഒന്ന് കാണാം. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് കണ്ട് മനസ്സിലാക്കണ്ടേ? അമ്മു, നീ ഇവിടെ ചെറിയമ്മയുടെ അടുത്ത് നിന്നോളൂ കേട്ടോ, ഞാൻ വേഗം വരാട്ടോ. ഉണ്ണി, നീ ഒന്ന് വരൂ, നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. എന്താ അമ്മു നിക്കണ? ഇരിക്കൂ കുട്ടി. അമ്മു, സാരിയൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ, കുട്ടിക്ക് നല്ല ചന്തണ്ട് കാണാൻ. പിന്നെ ചേച്ചി പറഞ്ഞു, ചേച്ചി അനന്തയ്ക്ക് ഷിഫ്റ്റ് ചെയ്യണതിന് മുമ്പേ അമ്മുവിന്റെ കല്യാണമൊക്കെ ഒന്ന് നടത്തണമെന്ന് വലിയ ആഗ്രഹമാണ് അത്രേ. ഞാൻ ചെറിയ ഒരു കാര്യം ഫ്രാങ്കായിട്ട് പറയട്ടെ. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. പിന്നെ എൻ്റെ അമ്മയെ വിട്ട് നിൽക്കണ്ടേ? മണ്ടി പെണ്ണേ, ഞാനും കല്യാണ സമയത്ത് എനിക്ക് വലിയ സങ്കടമായിരുന്നു. എന്തറിയോ, എനിക്ക് അപ്പൊ കല്യാണം കഴിക്കുന്നത് ആലോചിക്കാനേ വയ്യ. പക്ഷെ കല്യാണം തീർച്ചയാക്കി അമ്മയും അച്ഛനും പറഞ്ഞതെല്ലാം കേൾക്കേണ്ടി വന്നു. പക്ഷെ ഞങ്ങൾ എവിടെ വെച്ച് കണ്ടതറിയോ? ഗുരുവായൂർ വെച്ചിട്ട് മുഹൂർത്ത സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കണ്ടു. അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ തമ്മിൽ കണ്ടത്. എനിക്ക് ഏട്ടനെ നല്ലോണം ബോധിച്ചു. ഏട്ടൻ പിന്നെ പറഞ്ഞു, എന്നെ കണ്ട ഉടനെ ഏട്ടൻ വീണു എന്ന് പറഞ്ഞു. ഇന്ന് ഞങ്ങളുടെ മധുവിധു ആഘോഷം എങ്ങനെയായിരുന്നു വെച്ചാൽ, ഞങ്ങൾ ട്രെയിനിൽ കയറി കൽക്കട്ടയ്ക്ക് പോകുന്ന സമയത്ത് അന്നൊന്നും AC കമ്പാർട്ട്മെൻ്റ് ഒന്നുമില്ല, ഒരു കൂപ്പയാണ് ഫസ്റ്റ് ക്ലാസ്. അതിനുള്ളിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ മധുവിധമൊക്കെ ആഘോഷിച്ചത്. കുട്ടിക്ക് അറിയോ അത്? കുട്ടി അതിനെപ്പറ്റി ഒന്നും വിചാരിക്കണ്ട. എനിക്ക് കല്യാണം കഴിയുന്ന സമയത്തേ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് വലിയ പരിഭ്രമവും സങ്കടവും, കല്യാണം വേണ്ട എന്നൊക്കെ ആയിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ രണ്ടുപേരുള്ള ഒരു സ്വർഗത്തിലാണ് ഞങ്ങൾ ജീവിച്ചത്. ബാക്കി എല്ലാവരും വരുമ്പോൾ അതൊരു സ്വർഗത്തിലെ കട്ടുറുമ്പായി തീരും. മനസ്സിലായോ? അപ്പൊ അമ്മുവിന് ഒന്നും പരിഭ്രമിക്കാനില്ല. നല്ല തിരക്കുണ്ടാവുമല്ലോ. എങ്കിലും അടുത്ത വർഷം ഉണ്ടെങ്കിലല്ലേ കാണാൻ പറ്റൂ. അധികം നിൽക്കണ്ട. നിങ്ങളൊക്കെ എന്നോടൊപ്പം ഇല്ലേ? തിരക്കിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങളുണ്ടല്ലോ ധൈര്യത്തിന്. പിന്നെ എനിക്ക് ഒന്നുകൂടെ കാലം കടന്നു പോയത് അറിഞ്ഞില്ല കേട്ടോ. ഈ അനന്തയിൽ വന്നിട്ട് 5 വർഷം കഴിഞ്ഞു. എത്ര വേഗം കടന്നു പോയത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ രാജ? ചെയ്യാ ഒപ്പയുടെ 75ാം പിറന്നാൾ ഇതേ ഇപ്പൊ
ഇന്നലെ മിനിഞ്ഞാന്ന് കടന്നു പോയ മാതിരി എത്ര ദിവസങ്ങൾ എത്ര പെട്ടെന്നാ കടന്നു പോണേ. ദാ വന്നു ദേ പോയി. എത്ര വേഗമല്ലേ? ആ നമുക്ക് ഈ അകന്തയിലായതുകൊണ്ട് ദിവസങ്ങൾ പോണത് അറിയണില്ല. അങ്ങനെ സുന്ദരനും വളരെ തിരക്കുള്ള സമയങ്ങൾ. പിന്നെ രണ്ടാളും അവരുടെ മകനായതിനു ശേഷം ഊട്ടിയിൽ സ്കൂളിൽ കൊണ്ട് ചേർത്താനും വളരെ തിരക്കുള്ള സമയം. ഒരു ദിവസം നമുക്ക് അവരെ ഇങ്ങോട്ടേക്ക് വിളിക്കണം. ഡൽഹിയില് സുന്ദരന് നല്ല തിരക്കുള്ള സമയമാണ്. അപ്പൊ അമ്മും സുന്ദരനും വരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം.